ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന വീടാണിത്. വളരെ ഭയങ്കര വൃത്തിയായിട്ട് സൂക്ഷിച്ചേക്കണ വളരെ നല്ലൊരു വീട്. ഇവർ താമസം മാറി പോണേന്, അതുകൊണ്ട് മാത്രം കൊടുക്കണേണ്. അതിനിപ്പോൾ ഇവരെ ജോലി സ്ഥലത്തിനടുത്ത് ഫ്ലാറ്റ് ഒരെണ്ണം വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അത് കാരണം ഇത് കൊടുത്തിട്ട് പോണേന്. അതായത് ഏത് ഭാഗം വേണമെങ്കിലും നോക്കിക്കൂടാ, പക്കാ നീറ്റായിട്ട് ഫിനിഷ് ചെയ്തേക്കണ ഒരു വീട്. അങ്ങനെ ഇതിനകത്തോട്ട് കയറി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് പെയിൻ്റ് അടിക്കാണ്ടിരിക്കണായിരുന്നു. അപ്പോൾ ഈ മഴയൊക്കെ തുടങ്ങിയാറുണ്ട് പെയിൻ്റ് അടിക്കാൻ. ഇപ്പം മഴ ഒന്ന് തോർന്നപ്പോഴാണ് ഞാനിത് എടുക്കണം. ഒരു വെള്ളക്കെട്ട കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് സ്ഥലം കൂടുതൽ വേണമെങ്കിൽ 2 സൈഡിലും സ്ഥലം വേറെ കിടപ്പുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. ഞാനിത് എപ്പോഴും പറയണേന്. അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്ക് അടിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കാതിരിക്കരുത്. അപ്പോൾ നമുക്ക് ഇനി വീടിൻ്റെ അകത്തോട്ട് കയറാം. അകത്തോട്ട് കയറുമ്പോഴാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ കാണാം. ഈ വീടിന് 5 ബെഡ്റൂമാണ് വന്നത്. അവിടെ കാർ പോർച്ച്. കാരണം ഇതൊരു മീഡിയം ബഡ്ജറ്റ് വീടാണിത്. നിങ്ങളുടെ ഹെവി ബഡ്ജറ്റൊന്നുമില്ല, ഒരു ഇടത്തരം ഫാമിലിക്ക് പറ്റിയ ഒരു മീഡിയം ബഡ്ജറ്റ് വീട്. അങ്ങനെ ഇപ്പം ഈ മതിലിൻ്റെ തൊട്ടപ്പുറത്ത് സ്ഥലം കാണാം. ഇതെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ടേക്കാണ്. നേരെ റോഡാണ്, ഈ പറമ്പ് കഴിഞ്ഞാൽ നേരെ റോഡാണ്. ആ ബസ് റൂട്ടിലോട്ട് ഒരു 100 മീറ്റർ അത്ര ഉണ്ടാവുള്ളൂ ബസ് റൂട്ടിലോട്ട്. ഇവിടെയൊക്കെ അത്യാവശ്യം സ്ഥലങ്ങളുണ്ട്. പിന്നെ ചെടി കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് കാണുമ്പോൾ പുതുപുത്തൻ വീടാണെന്ന് തോന്നും. അതേക്കൂട്ടാണ് എൻ്റെ സെറ്റപ്പ്. അതുകൊണ്ട് എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് നോക്കിക്കൊണ്ടുണ്ട്. എൻ്റെ ലിവിങ് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ടോ, എല്ലാവരും നല്ല മോഡേൺ രീതിയിൽ പണിതേക്കണ ഒരു വീടാണ്. കണ്ടാ എന്താ ഒരു ലുക്ക് നോക്കി. ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ വരുന്നത്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള ലിവിങ് ഏരിയ. അവിടെ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇടാഞ്ഞാണ്. ഇനി അടുത്തത് നിങ്ങൾ ഡൈനിങ് ഏരിയ വരുന്നത്. അത്യാവശ്യം നല്ല എല്ലാ സൗകര്യവും ഉണ്ട്. എല്ലാത്തിനും സെപ്പറേറ്റ് സ്പേസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അത് ഒരു ഇടത്തരം ഫാമിലിക്ക് നല്ലോണം താമസിക്കാം. കാരണം 5 ബെഡ്റൂം ഉണ്ട്, 5 ബാത്റൂം. അതിൽ 4 എണ്ണം അറ്റാച്ച്ഡ്. ഇതാണ് നിങ്ങളുടെ TV ഏരിയ വന്നത്. ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് TV കാണുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രൈവസി. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമാണുള്ളത്. അത് നല്ല സൗകര്യമുള്ള ബെഡ്റൂമാണ് കേട്ടോ. നിങ്ങൾ ബെഡ്റൂമിൻ്റെ വലിപ്പമൊക്കെ കണ്ടുകൂട്ടാ. കണ്ടോ, അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം. അതിന് കബോർഡ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ഇത് എല്ലാം അറ്റാച്ച്ഡാണ് കേട്ടോ. മുകളിൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ കോമൺ. കണ്ടോ, ഈ ഒരു കബോർഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാം നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം. ഞങ്ങൾ ബാത്റൂമൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള ബാത്റൂമാണ്. ബാത്റൂമിനൊക്കെ നമുക്ക് ഒരു കംപ്ലൈൻറ്റും പറയാൻ പറ്റില്ല. അതേകൂട്ട് സൂക്ഷിച്ചേക്കണം. നമുക്ക് ഇതേകൂട്ട് സൂക്ഷിക്കണം. ഇത്രയും ഭംഗിയായിട്ടൊക്കെ സൂക്ഷിക്കുന്ന വീട് കാണുമ്പോണ്ടല്ലോ നമുക്ക് അതിൻ്റെ ഒരു സന്തോഷമാണ്. നിങ്ങളുടെ 2ാമത്തെ ബെഡ്റൂം എന്നൊക്കെ പറഞ്ഞാൽ നല്ല സ്പേസുള്ള ബെഡ്റൂമാണ്. അത് എല്ലാ സൗകര്യവും കൊടുത്തിട്ടുണ്ട്. എന്നാൽ നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഇതില്ലേ, ആ ഒരു ഇതാണ് ഈ വീട് കാണുമ്പോൾ നമുക്ക്, ഈ വീടിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യണത്. കണ്ടോ, അത്യാവശ്യം നല്ല സ്പേസുള്ള കബോർഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. നിങ്ങൾ കണ്ടോ, നോക്കിക്കോട്ടെ. ബാത്റൂമൊക്കെ ഉണ്ടോ, എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് നോക്കി. അത്രയും നല്ല സെറ്റപ്പിലാണ് ഈ വീട് സൂക്ഷിക്കുന്നത്. ഇനി വീടിൻ്റെ ലൊക്കേഷൻ പറയാം. ഇത് ആലുവയാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ തന്നെ. അതും മെട്രോ സ്റ്റേഷനിൽ നിന്ന്, ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് 4 കിലോമീറ്റർ. പിന്നെ അതേകൂട്ട് തന്നെ പോണ ഹൈവേയിലോട്ട് 2 കിലോമീറ്റർ. പിന്നെ അതുപോലെ തന്നെ എയർപോർട്ടിലോട്ട് 12 കിലോമീറ്റർ. അപ്പോൾ എയർപോർട്ടിലേക്ക് വന്നിറങ്ങി പുറത്തൊക്കെ ഉള്ളവർക്ക് വളരെ സുഖമാണ്. കാരണം 12 കിലോമീറ്റർ ഓട്ടോ വിളിച്ച് വന്നാലും വീട്ടിലോട്ട് വരാം. അല്ലെങ്കിൽ മെട്രോന് മെട്രോന് പോകണവർക്ക് എല്ലാവർക്കും നല്ല സൗകര്യമുള്ളതാണ്. അതേപോലെ കിച്ചൺ ഇത് നിങ്ങളുടെ ബാക്ക് സൈഡാണ്. ഇതിന് അപ്പർ സൈഡിൽ കിണറും കാര്യങ്ങളൊക്കെ അപ്പർ സൈഡിലുണ്ട് കേട്ടോ. കിച്ചണും കാര്യങ്ങളെല്ലാം കണ്ടല്ലോ നിങ്ങൾ. അത്യാവശ്യം സൗകര്യമുള്ളതാണ്, എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. പിന്നെ ഇനി നമുക്ക് മുകളിലോട്ട് കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. സ്റ്റെയർ കേസിൻ്റെ ഹാൻഡിലൊക്കെ കൊടുത്തേക്കണത് കംപ്ലീറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. പിന്നെ മുകളിലോട്ട് ചെല്ലുമ്പോൾ തന്നെ നല്ല വിശാലമായൊരു ഹാളാണ്. ഈ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത് 2250 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്.
ഇതണ്ട ആ നല്ല വിശാലമായൊരു ഹാള്, അത്യാവശ്യം നല്ല വിശാലമായ ഹാളെന്ന് തന്നെ പറയാം. ഇവിടെ മുകളിലത്തെ നിലയിൽ 3 ബെഡ്റൂമാണ് വന്നത്. അത് നിങ്ങൾക്ക് എങ്ങാട് പോകാനും സൗകര്യമെന്നുള്ളതാണ്. പിന്നെ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ എല്ലാവരും ആലുവ ടൗണിനോട് ബന്ധിച്ച് എല്ലാവരും അടുത്തടുത്താണ്. ഉണ്ടോ ഒരേ ബെഡ്റൂമായിട്ട് നമുക്ക് കാണാം. ഉണ്ടോ ബെഡ്റൂമിൻ്റെയൊക്കെ വലിപ്പം നോക്കി നിങ്ങൾ, ഒരു ബെഡ്റൂം പോലും ഇടുങ്ങിയതില്ലെന്നുള്ളതാണ്. പിന്നെ ഈ വീടിൻ്റെ വില ഇവർ ചോദിക്കണ വില എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 75 ലക്ഷം രൂപയുള്ളൂ. ഇത്തരം 5 ബെഡ്റൂമുള്ള ഈ വീടിന് ചോദിക്കണ 75 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്, നമുക്ക് സംസാരിക്കാവുന്ന കാര്യമുള്ളൂ. ഏതായാലും നമ്മളിപ്പോൾ പറയാൻ നമ്മളെന്തായാലും നമ്മുടെ വില നമ്മൾ പറയുമല്ലോ വീട് കണ്ടു കഴിയുമ്പോൾ. ഇപ്പം നിങ്ങൾ വീട് ഏകദേശം കണ്ടല്ലോ. പിന്നെ ബസ് സ്റ്റോപ്പിലോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു 100 മീറ്ററേ ഉള്ളൂ. 100 മീറ്റർ എടുത്ത് ബസ് സ്റ്റോപ്പ്. ഇനി ഇതിലൂടെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് മുകളിലത്തെ നിലയിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 2 എണ്ണത്തിന് മാത്രം അറ്റാച്ച്ഡ് ഉള്ളു, ഒരെണ്ണത്തിനാണ് കോമൺ കൊടുത്തേക്കണം. എല്ലാ സൗകര്യമുള്ള നല്ലൊരു വീട് തന്നെ പറയാം. ഇത് നിങ്ങളുടെ 2ാമത്തെ ബെഡ്റൂം മുകളിലത്തെ നിലയിലാണ്. എല്ലാവരും നല്ല വലിപ്പമുള്ള ബാത്റൂം, ഇതും അറ്റാച്ച്ഡാണ്. എന്താ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ നോക്കി. അത്യാവശ്യം എല്ലാതും ഞാൻ പറയാം. ബസ് സ്റ്റോപ്പിലോട്ട് 100 മീറ്ററേ ഉള്ളൂ, മെട്രോ സ്റ്റേഷനിലോട്ട് 4 കിലോമീറ്റർ, ആ മെട്രോ പോണ സ്റ്റേറ്റ് ഹൈവേയിലോട്ട് 2 കിലോമീറ്റർ. അപ്പോൾ എല്ലാം കൊണ്ടും നമുക്ക് ഭയങ്കര സൗകര്യമാണ്. അപ്പോൾ ആലുവയിൽ എറണാകുളത്തൊക്കെ ജോലിക്ക് പോകണവർക്കൊക്കെ നേരെ മെട്രോൻ്റെ അവിടെ നേരെ മെട്രോ കയറി എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോവാം. തൃപ്പൂണിത്തുറ വരെയും പോണവർക്ക് പെട്ടെന്ന് പോയി പെട്ടെന്ന് വരാൻ പറ്റും. ഇത് 3ാമത്തെ ബെഡ്റൂം മുകളിലത്തെ. നമ്മുടെ 5 ബെഡ്റൂമായി ഇപ്പോൾ. അതിനും കബോർഡുണ്ട്. ഇവിടെ അവർ ഈ തുണി വിരിക്കാനും കാര്യങ്ങൾക്കൊക്കെയാണ് ഉപയോഗിക്കണം. കാരണം 4 ബെഡ്റൂം ഓൾറെഡി മതിയല്ല, ഇതിപ്പോൾ ഒരെണ്ണം എക്സ്ട്രാ ഉള്ളതാണ്. ഇവിടെ ബാൽക്കണി കൊടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ബാൽക്കണി ഉണ്ടോ. അതിൻ്റെ ഫ്രണ്ടിലൊക്കെ നല്ല നല്ല വീടുകളാണ്. ഇവിടെ അപ്പടെ ഈ ഒരു ഇതിനകത്തൊരു ലൈനിൽ ഇപ്പം 3 വീടേ ഉള്ളു. അപ്പുറത്തെ ഒരെണ്ണം ഒരു ജഡ്ജിയാണ് വാങ്ങിച്ചേക്കണം, അതിൻ്റെ പണി തുടങ്ങിയിട്ടില്ല. ഇതിൻ്റെ അപ്പുറത്ത് ഇവിടെ 2 സ്പോട്ടുണ്ട്, ഇതിൻ്റെ ബാക്ക് സൈഡിലും 2 സ്പോട്ടുണ്ട്. ഇത് ഇവിടെ ഒരു ഓപ്പൺ ഏരിയ. പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് കയറട്ടെ, മുകളിൽ വിശാലമായൊരു സ്റ്റെയർ കേസ് കയറി മുകളിൽ ചെന്ന് കഴിഞ്ഞെങ്കിൽ ഇവിടെ ചെറുതായിട്ട് മഴ പൊടിയുണ്ട്. അല്ലെങ്കിൽ ഞാൻ അതും കൂടി പോയി കാണിച്ചാൽ നിങ്ങളെ. കാരണം അത്രയാണ്. സൈഡിലൊക്കെ നല്ല അടിപൊളി വീടുകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി വീട്, നല്ല അയൽക്കാരി, നല്ല ചുറ്റുപാട്, നമുക്ക് നല്ല കാമാൻ ക്വയറ്റായിട്ടുള്ള ഏരിയ, എല്ലാ സംഭവവും നിയറസ്റ്റ് ആയിട്ട് ഉണ്ടെന്നുള്ളതാണ്.